ഹേ രാജ്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിൻ്റെ ബഡ്ജറ്റ് 70 ലക്ഷമാണ്. പുതിയൊരു ഹീറോയിനെ പരിചയപ്പെടുത്താൻ പോവുക. മാർക്കറ്റിൽ നിന്ന് ആവശ്യമുള്ള പണമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു 25 ലക്ഷം ആവശ്യമുണ്ട്. സഹായിക്കാൻ പറ്റുമോ? നീ ഓൾറെഡി എന്നോട് ഇങ്ങനെ പലതും പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് ഒരു 40 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ട്. നിനക്കാണെങ്കിൽ ആ കാശ് തിരിച്ചു തരാനും പറ്റിയിട്ടില്ല. പോരാത്തതിന് നിന്റെ പഴയ ഹീറോയിൻ വിട്ടിട്ട് പോവുകയും ചെയ്തു. ഇപ്പം നീ പുതുതായിട്ട് ആരെയും വലയിൽ കുടുക്കിയിരിക്കുന്നത്? ചേട്ടൻ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? തീർച്ചയായിട്ടും ഈ പടം ഹിറ്റാകും. പ്ലീസ് താ ചേട്ടാ. എനിക്കിപ്പോൾ തന്നെ ഒരുപാട് ജോലികളുണ്ട്. നീ ദയവേത് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. സോ ഈ സഹായം പോലും ചേട്ടന് ചെയ്യാൻ പറ്റില്ല അല്ലേ? പറ്റില്ല. അതിരിക്കട്ടെ, ചേട്ടൻ പണം തരാൻ പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞില്ലേ? അതെന്താ? അത് ചേട്ടൻ്റെ പണമല്ലല്ലോ. അത് നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് സമ്പാദിച്ച പണമാണ്. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാത്തിലും എനിക്കും ഈക്വൽ ഷെയർ ഉണ്ട്. അല്ല, നീ എന്താ പറഞ്ഞത്? എന്താ ചെവി കേൾക്കില്ലേ? നിങ്ങളുടെ അനിയത്തി മേഘ നിങ്ങളോട് വന്ന് പണം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നും പറയാതെ അവൾക്ക് ആവശ്യമുള്ള പണം എടുത്തു കൊടുക്കില്ലേ? മേഘ ഇതുവരെ എൻ്റെ അടുത്ത് അനാവശ്യമായിട്ട് ഒരു കാശ് പോലും ചോദിച്ചിട്ടില്ല. മനസ്സിലായോ? അതുമാത്രമല്ല, അവളുമായിട്ട് നീ നിന്നെ കമ്പയർ ചെയ്യരുത്. അച്ഛൻ മരിക്കുന്ന സമയത്തെ കമ്പനിക്ക് അങ്ങനെ പറയാൻ മാത്രം വലിയ ടേൺ ഓവർ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം ഒരുപാട് കടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫ്ലാറ്റ് പോലും ലേലത്തിന് വിൽക്കാനിരുന്ന. ഷെയർ മാർക്കറ്റ് ആണെങ്കിൽ അതും ഇടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബിസിനസ്സൊക്കെ എടുത്ത് നടത്തിയത് ആരാണ്? അപ്പം നീ എവിടെയായിരുന്നു? പഠിക്കാൻ കോളേജിലും പോകാതെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നില്ലേ? കോളേജിൽ നിന്ന് നിന്നെ ഡിസ്മിസ് ചെയ്തു. എന്നിട്ട് ഞാനാണ് പ്രിൻസിപ്പളിനോട് റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും ആ കോളേജിൽ പഠിക്കാൻ അനുവദിച്ചത്. എന്നിട്ടിപ്പോൾ നീ എന്താ ചെയ്യുന്നത്? എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ചേട്ടാ, ഇതാ നോക്കി ചേട്ടാ, എനിക്ക് പണം തീർച്ചയായിട്ടും വേണം. എനിക്ക് വേറൊരു ജോലി അറിയത്തില്ല ചേട്ടാ. അതുകൊണ്ട് ഇത് ചെയ്താലേ മതിയാകത്തുള്ളൂ. ഒരു ഹിറ്റ് കൊടുത്താൽ മതി. മാർക്കറ്റിലുള്ള കടം മൊത്തം എനിക്ക് അടയ്ക്കാൻ സാധിക്കും. സഹായിക്കുക ചേട്ടാ, പ്ലീസ് സഹായിക്കുക. നീ നിർത്തുന്നുണ്ടോ? ഒന്ന് ദയവേത് ഇവിടുന്ന് പോകാൻ നോക്ക്. മിണ്ടാതിരി. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല രാജ്. എന്റെ ചേട്ടനെ ഇതുപോലെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അത് ശരി. ശരിയും തെറ്റും നീ എനിക്ക് പറഞ്ഞു തരികയാണോ? ഇങ്ങനെ കുറെ ശവങ്ങള്. രാജ്, നിന്നോട് അപേക്ഷിക്കുകയാണ്. ഇതുപോലൊന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ എന്താ? നീ ചേട്ടന്റെ കൂടെ നിന്ന് കാശെല്ലാം അടിച്ചു മാറ്റുകയല്ലേ? രാജ്, ബഹളം വെക്കുന്നോണ്ട് ഒരു പ്രയോജനവും ഇല്ല. മനസ്സിലായോ? നീ എന്താ കരുതിയത്? ഇടയ്ക്കിടയ്ക്ക് എന്റെ ചേട്ടന്റെ അടുത്ത് വന്ന് പണം വാങ്ങിക്കുന്ന കാര്യം ഞാൻ അറിയില്ലെന്ന് നീ കരുതിയോ? നീ എന്തായി പറഞ്ഞു വരുന്നേ? നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കുന്നു? എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. നീ മാത്രം ഇല്ലെങ്കിൽ എന്റെ ചേട്ടൻ എനിക്ക് പണം തരുന്നതിൽ ഒരു പിശുക്കും കാണിക്കില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. നീയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ശാപം കെട്ടവള്. നീ ഉള്ളത് കൊണ്ടാ ചേട്ടൻ എന്നോട് ഒരു നായ കാണുന്ന പോലെ പെരുമാറുന്നത്. രാജ്, ഒരു മിനിറ്റ്. എന്താ പറഞ്ഞേ? ഞാനുള്ളത് കൊണ്ടാണോ അദ്ദേഹം നിന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ ചേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും എല്ലാത്തിനും കാരണം ഞാൻ മാത്രമാണെന്ന്. അതെ, നീ തന്നെയാ കാരണം. നീയാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. ഐ ഹേറ്റ് യു. നിന്നെ എനിക്ക് ഇഷ്ടമല്ല. നിന്നോട് ഞാൻ പകരം ചോദിക്കും. തീർച്ചയായിട്ടും പകരം ചോദിക്കും. രാജ്,